ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്യൂഡീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളൊക്കെ സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സേഫാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓറിയോ കേക്കാണ്. അപ്പോൾ ഞാനിനി കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്കിനി വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഇത് വേണ്ടത് 2 കവർ ഓറിയോ ബിസ്ക്കറ്റ്, 1 കവർ ഡയറി മിൽക്ക്, ഇത് 3 സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ ബേക്കിംഗ് പൗഡർ കടയിൽ വാങ്ങാൻ കിട്ടും. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ തന്നെ മേടിക്കണം. പിന്നെ 1 കപ്പ് പാല്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഈ ഓറിയോ ബിസ്ക്കറ്റ് എല്ലാം രണ്ടായിട്ട് പൊട്ടിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പം ഇതിൽ ഈ 3 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല, 2 സ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അത്ര മധുരം വേണ്ടാത്തതുകൊണ്ട് 2 സ്പൂൺ ആഡ് ചെയ്തുള്ളൂ. ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക മിക്സിയിൽ വെച്ച്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയാലേ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഗ്രൈൻഡ് ചെയ്തെടുത്ത ആ മിക്സ്ചർ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് എന്ന് വെച്ചാൽ ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂണിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പാലൊഴിച്ച് മിക്സ് ചെയ്യാം. ഞാനിവിടെ തിളപ്പിച്ച പാലാണ് എടുത്തിട്ടുള്ളത്. പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം കുറച്ച് പാലൊഴിക്കുക, പിന്നെ ബാക്കിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്തെടുത്ത ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ട പാത്രം എടുക്കാം. നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം എടുത്തു. അപ്പോൾ ഇതിലത്തേക്ക് നമുക്ക് ഐസിങ് പേപ്പർ ഇല്ല. അപ്പോൾ ഒരു A4 ഷീറ്റ് എടുക്കുക. A4 ഷീറ്റ് എടുത്തിട്ട് അതിന് ആ പാത്രത്തിൻ്റെ ബേസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുക. A4 ഷീറ്റ് തന്നെ വേണമെന്നില്ല, സാധാ പേപ്പർ ആയിരുന്നാലും മതി. എന്നിട്ട് ഇതിലോട്ട് നെയ്യോ ഓയിലോ, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് തേച്ച് കൊടുക്കുക. മണം കുറഞ്ഞതാണ് തേക്കേണ്ടത്. ഇപ്പോൾ ഓയിലായിരുന്നാലും മണം ഇല്ലാത്ത ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐസിങ് പേപ്പർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ആ പാത്രത്തിൻ്റെ, നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൻ്റെ ബേസിലും നെയ്യ് അല്ലെങ്കിൽ ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ പേപ്പർ അതിനകത്തോട്ട് ഇറക്കി വെക്കണം. ഞാനിപ്പോൾ ആ പാത്രത്തിൻ്റെ ഡയേക്കാളും കുറച്ചും കൂടെ വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അകത്ത് നന്നായിട്ട് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിപ്പോൾ അതിനകത്തോട്ട് നന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് അതിൻ്റെ സൈഡിലത്തേക്കുള്ള പേപ്പർ കട്ട് ചെയ്തു. അതിൽ നന്നായിട്ട് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് നന്നായിട്ട് തേച്ചതിന് ശേഷം സൈഡിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ പാത്രത്തിൻ്റെ സൈഡിലും നെയ്യും ഓയിലും തേക്കാൻ മറക്കണ്ട, എങ്കിലേ അത് സ്റ്റിക്കായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി അവിടെയും ഓയിലൊക്കെ തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വയ്ക്കുക. എന്നിട്ടൊരു ചെറിയ പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ് ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ ഫുൾ ചോക്ലേറ്റും എടുത്തിട്ടില്ല, ഒരു ഡയറി മിൽക്കിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാ കേക്കിന് ഇത്രയും പോരാ, കുറച്ചും കൂടെ വേണം. ഒരു ഫുൾ ഡയറി മിൽക്കൊക്കെ എടുത്താലേ നന്നായിട്ട് വരത്തുള്ളൂ. ഞാനിപ്പം മധുരം കുറച്ച് മതി എന്നുള്ളതുകൊണ്ട് ഇത്രേ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാറ്റർ അതിനകത്തോട്ട് ഒഴിക്കാം. പാത്രം എടുത്ത് ആദ്യം പകുതി ബാറ്റർ നമ്മുടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പാത്രത്തിനകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ടാപ്പ് ചെയ്യണം. അപ്പം നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ചുകൂടെ വേണമെങ്കിൽ മെൽറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പകുതി ബാറ്റർ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതായത് ഈ ചോക്ലേറ്റിനെ ഇതിനകത്ത് ഒളിപ്പിച്ച് വെക്കുന്ന പോലെ അത് കവർ ചെയ്ത് ഫുള്ളായിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാ ബാറ്ററും നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അപ്പം നമുക്കിപ്പോൾ ബേക്ക് ചെയ്യാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം റെഡിയാക്കാം.
അപ്പോൾ ഇതിനായി ഞാൻ എടുക്കുന്നത് ഒരു പ്രഷർ കുക്കറിൻ്റെ ബേസാണ്. എന്നിട്ട് അതിനകത്തൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഈ ബേക്ക് ചെയ്യാനുള്ള പാത്രം അതിലോട്ട് ഇറക്കി വെച്ചു. ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഒരു 30 to 45 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ കേക്ക് ഇപ്പം പുറമേ നന്നായിട്ട് ഇരിപ്പുണ്ട്. ഇനി നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു പപ്പടക്കമ്പിയോ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കാം. അതിൻ്റെ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഇത് ഇപ്പോൾ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിൻ്റെ സൈഡിലെ ഐസിങ് പേപ്പറൊക്കെ ആദ്യം എടുക്കുക. എന്നിട്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബോട്ടത്തിൽ വെച്ചിട്ടുള്ള ഐസിങ് പേപ്പറൂടെ നമുക്കിനി മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കഴിക്കാനായിട്ട് എടുക്കാം. പക്ഷേ ഞാൻ അതിന് മുന്നായിട്ട് കുറച്ച് നട്ട്സ് വെച്ചിട്ട് അതിൻ്റെ മുകളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് അല്ല, ഇപ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റ്സ് ആണുള്ളതെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തൊരു ലെയർ പോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ടേസ്റ്റിയർ ആവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ നട്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ നട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഓറിയോ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം, എത്രത്തോളം സോഫ്റ്റാണ് ഇതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.